എല്ലാവർക്കും ഇരിക്കാം. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന കുറുവാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 21-ാമത്തെ വാക്യം. നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൻ്റെ വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അപ്പൻ്റെ സന്നിധിയിൽ മക്കൾ എന്ന വണ്ണം ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് അവിടുത്തെ തിരുമുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തി ആരാധനയിലൂടെ അങ്ങേ മഹത്വീകരിപ്പാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേക്ക് സ്തോത്രം കരറ്റുവാൻ സഹായിച്ചുവല്ലോ. ഈ ആരാധനയിലൂടെ ഞങ്ങൾ ചിന്തിക്കുന്ന വചനത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകി. ഞങ്ങളുടെ കാര്യവിചാരകത്വ ബോധത്തെക്കുറിച്ച് ഉണരുവാനും വളരെ ഉത്തരവാദിത്വപൂർണമായ ഒരു ജീവിതം നയിപ്പാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. തിരുസന്നിധിയിലായിരിക്കുന്ന പ്രിയജനത്തെയും അടിയനെയും കൊന്നതുപോലെ ക്രൂശിന്റെ മറവിൽ വഹിച്ചാൽ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ആരാധനയിൽ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ച് ആരാധനയുടെ സന്തോഷവും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് പകർന്നു നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരാധനകളിലൂടെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യന് ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനുള്ള നന്ദിയുടെ പ്രകടമായ ഒരു ഭാവമാണ്. അപ്പോൾ ആരാധനയിൽ നമ്മുടെ മനോഭാവങ്ങൾ എപ്രകാരമെന്ന് നാം ഒന്ന് നമ്മുടെ മനസാക്ഷിയോട് തിരികെ ചോദിക്കുന്നത് വളരെ അനുഗ്രഹീതമായ ഒരു അനുഭവമാണ്. ആരാധനയിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ട ഭാഗം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിന് സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുകയും അനുദപിക്കുന്ന ഹൃദയത്തോടെ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നുള്ള അനുതാപ പ്രാർത്ഥനകളിലൂടെ ദൈവവുമായുള്ള ഒരു നിരന്തരമായ ബന്ധമാണ് ആരാധനയുടെ ഒന്നാം ഭാഗം. ആരാധനയുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയും ഇന്നത്തെ ആരാധനയിലൂടെ നാം ഗ്രഹിക്കേണ്ടതായ വചനങ്ങളെ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതായ അനുഭവമാണ് ആരാധനയുടെ രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം: ആരാധനയുടെ ഏത് ഭാഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് സമ്പാദിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വീകരിക്കുന്ന ഒന്നാം ഭാഗമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ആരാധ്യനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് സൃഷ്ടികളാകുന്ന നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുന്ന ഭാഗമാണത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ആരാധനയുടെ പ്രാരംഭ സമയം മുതൽ തന്നെ ആരാധന തീർന്ന ആശീർവാദം പറയുന്നത് വരെയും ദൈവാലയത്തിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിനും ആരാധനയുടെ അനുഗ്രഹീതമായ അനുഭവത്തിനും ദൈവസന്നിധിയിലുള്ള നമ്മുടെ വിനയപ്പെടലിനും അത് കാരണമായി ഭവിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്. മണിക്കൂറുകളോളം പല കാര്യങ്ങൾക്കും ചിലവഴിക്കുവാനായിട്ട് കഴിയും. ആഴ്ചയിൽ 7 ദിവസം, അതിലൊരു ദിവസം ഒരു 2 മണിക്കൂറിന് അകത്തുള്ള സമയമാണ് നാം ദൈവാലയത്തിൽ ഒരല്പം ഒന്നിരിക്കുന്നത്. അത് വളരെ പ്രാർത്ഥനയോടും ദൈവഭയത്തോടും നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വളരെ ഭയാനകമായ ഒരു ലോക സംഭവങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപകളാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ഒരുക്കമുള്ളവരായി ദൈവത്തെ ആരാധിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്.
ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന ചിന്ത ക്രിസ്തീയ കാര്യവിചാരകത്വം, സുതാര്യതയും ഉത്തരവാദിത്വവും എന്നുള്ളതാണ്. ഈ ക്രിസ്തീയ കാര്യവിചാരകത്വം എന്ന് പറയുന്ന വിഷയം അനേക പ്രാവശ്യം നാം ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ഉണരുവാൻ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ശുശ്രൂഷകൾ നാം വളരെ ഉത്തരവാദിത്വത്തോടും പ്രാർത്ഥനയോടും ഗൗരവത്തോടും കൂടെയാണോ നിർവഹിക്കപ്പെടുന്നത് എന്ന ചിന്ത നമ്മെ കൂടുതൽ ശക്തിയാർന്ന ഒരു ജീവിത അനുഭവത്തിലേക്ക് വഴി നടത്തും എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ മറന്നുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യവിചാരകത്വ ബോധത്തെ മറുതലിച്ചുകൊണ്ട് അലസതയുടെ മടിത്തട്ടിൽ മയങ്ങുന്നവരാണ് നമ്മിൽ പലരും. അങ്ങനെയുള്ള ജീവിത അനുഭവങ്ങളിലൂടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കണ്ണീർ കയങ്ങളിലേക്ക് താണുപോകുന്ന ക്രൈസ്തവ ജീവിതങ്ങൾ ഇന്ന് ഒട്ടനവധിയാണ്. അങ്ങനെയുള്ളവരെ കൂടുതലും ശാക്തീകരിക്കുവാനും നമ്മുടെ ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ച് ഉണരുവാനുമാണ് ക്രിസ്തീയ കാര്യവിചാരകത്വം, സുതാര്യതയും ഉത്തരവാദിത്വവും എന്നുള്ളതായ ചിന്ത നാം ഇന്ന് ഒരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആംഗലേയ സാഹിത്യകാരനായിരുന്ന പി.ബി. ഷെല്ലി അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: മനുഷ്യൻ്റെ അധ്വാനം തന്നെയാണ് മഹാസമ്പത്ത് എന്നുള്ളത്. ഈ വാക്കുകൾ മനുഷ്യൻ്റെ കഠിന അധ്വാനത്തെ ഉദ്ദീപിപ്പിക്കുന്നതും അവനവൻ്റെ കടമയെക്കുറിച്ച് വെളിച്ചം വിതരുന്നതുമായ അനുഭവങ്ങളാണ്. എന്നാൽ ഇന്ന് കഠിന അധ്വാനം ചെയ്യുന്നവരുടെ എണ്ണം താരതമ്യേന കുറഞ്ഞു വരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അത് ക്രിസ്തീയ കാര്യവിചാരകത്വം, അതിൻ്റെ ഉത്തരവാദിത്വവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ ചിന്തകളെ നാം മുൻപോട്ട് നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കാര്യവിചാരകത്വം എന്ന പദം വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗത്ത് ഈ ചിന്ത നമുക്ക് കാണുവാനായിട്ട് കഴിയും. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഈ കാര്യവിചാരകത്വം എന്നതിന് ഗൃഹവിചാരകൻ, രാജധാനി വിചാരകൻ എന്നൊക്കെ അർത്ഥം കണ്ടെത്തുവാനായിട്ട് കഴിയും. പുതിയ നിയമഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഗൃഹവിചാരകൻ എന്നും കാര്യസ്ഥനെന്നും പ്രതിനിധി എന്നും സംഘാടകനും എന്നുള്ളതായ അർത്ഥങ്ങളിലേക്ക് അതിൻ്റെ അർത്ഥം വ്യാപിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ദൈവവുമായുള്ളതായ ഒരു ആത്മീയ ബന്ധത്തിന്റെ പുനഃസ്ഥാപനമാണ് ഈ കാര്യവിചാരകത്വം എന്ന ചിന്തയിലൂടെ നമ്മെ ബോധവാന്മാരാക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. ഇത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടിരിക്കെ ദൈവം തന്റെ സൃഷ്ടിയുടെ മകളായിരിക്കുന്ന മനുഷ്യനെ ഇത് മനുഷ്യന്റെ കാര്യവിചാരകത്വത്തിൽ ഏൽപ്പിച്ചു. അതിനെ അടക്കി വാഴുവാനും സംരക്ഷിക്കുവാനും അത് നല്ല ശുശ്രൂഷകൾ കാഴ്ചവെക്കുവാനുമാണ് മനുഷ്യരെ വിശ്വസ്തരെ നേടി ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ കാര്യവിചാരകത്വ ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാൻ ദൈവം മനുഷ്യനെ അധികാരപ്പെടുത്തി എന്നുള്ളതാണ്. ഇവിടെ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ കൃപയുടെ പ്രതിഫലനമാണ് ഈ കാര്യവിചാരകത്വ ബോധത്തിലൂടെ മനുഷ്യൻ പ്രകടമാക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിന്റെ കാര്യവിചാരകരായി ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുമ്പോൾ നമ്മുടെ കാര്യവിചാരകത്വ ബോധം എത്ര കണ്ട് നാം അത് നിർവഹിക്കപ്പെടുന്നു? ദൈവം നമ്മെ എവിടെയെല്ലാം കാര്യവിചാരകത്വത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നുവോ അവിടെ നമ്മുടെ മനോഭാവങ്ങൾ ഇന്ന് എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതൊക്കെ നാം ചിന്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ അനുഭവമാണ്. ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു വ്യക്തിക്കും ദൈവം അവന് നൽകിയിരിക്കുന്ന കാര്യവിചാരകത്വ ശുശ്രൂഷയുണ്ട്. അത് അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രകടമാക്കുമ്പോഴാണ് ഒരു വിജയകരമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് ദൈവം അവനെ ശക്തീകരിക്കുന്നത്. ഇവിടെ കർത്താവായ യേശു തൻ്റെ കാര്യവിചാരകത്വ ശുശ്രൂഷയെക്കുറിച്ച് തൻ്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ഒരു ഉപമ ഇവിടെ പറയുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 14 മുതൽ 30
9 വരെയുള്ള ഭാഗത്ത് ഈ ഒരു ഉപമയുടെ വ്യാഖ്യാനമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപ് ദൈവമക്കൾ എപ്രകാരം ജീവിക്കണം, അലസതയോടുകൂടെയാണോ എങ്ങനെയെങ്കിലുമാണോ ജീവിക്കേണ്ടത്, അഥവാ ദൈവം നൽകിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് ദൈവം നൽകിയതായ താലന്തുകളെ പരമാവധി പ്രയോജനപ്പെടുത്തി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യവിചാരകത്വ ശുശ്രൂഷ വിജയകരമായി നിവർത്തിക്കുവാനുമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യേശു ഇവിടെ പറയുന്നതായ ഉപമയിൽ യജമാനൻ പരദേശത്തേക്ക് പോകുകയാണ്. അതായത് കർത്താവായ യേശുവിന്റെ സ്വർഗാരോഹണവും അതിനെ തുടർന്ന് രണ്ടാം വരവ് വരെയുള്ളതായ ആ ദിവസങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇവിടെ യേശു പറയുന്നു, ഒരു യജമാനൻ പരദേശത്തേക്ക് പോകുമ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ച് തന്റെ താലന്തുകൾ അവരെ ഏൽപ്പിക്കുകയാണ്. ഒരുവന് 5, ഒരുവന് 2, ഒരുവന് 1, ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു എന്നാകുന്നു വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ എബ്രായരെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അവരുടെ അളവ് തൂക്കങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ താലന്ത് എന്ന് പറയുന്നത്. ഏകദേശം 300 ഷെക്കേലിന് തുല്യമാണ് ഒരു താലന്ത്. അതിനെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യന് വഹിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഭാരമാണ് ഒരു താലന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യജമാനൻ പരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ ഇവിടെ താലന്തുകൾ നൽകുകയാണ്. ഇവിടെ 5 താലന്ത് ലഭിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, 2 താലന്ത് ലഭിക്കുന്നവനുണ്ട്, 1 താലന്ത് ലഭിക്കുന്നവനുമുണ്ട്. 5 താലന്ത് ലഭിച്ചവൻ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടെ നേടി. 2 താലന്ത് ലഭിച്ചവനും പോയി വ്യാപാരം ചെയ്ത് 2 താലന്ത് കൂടെ നേടി. 1 താലന്ത് ലഭിച്ചവനോ തൻ്റെ താലന്ത് അതിനെ കുഴിച്ചു വെച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെക്കുന്ന ഒരു അനുഭവമാണ്. ഇവിടെ താലന്ത് എന്ന് പറയുന്നത് പുതിയ നിയമ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 2 വിധത്തിലുള്ള താലന്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് കൃപാവരങ്ങൾ, മറ്റൊന്ന് വ്യക്തിപരമായ കഴിവുകൾ. കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അത് വളരെ വ്യക്തമായി പറയുന്നു. കൃപാവരങ്ങൾ, വീര്യപ്രവൃത്തികൾ, പ്രവചനവരം, വിവേചന ശക്തി, രോഗശാന്തി, പ്രാർത്ഥനാവരം, പരിജ്ഞാനം, അന്യഭാഷ തുടങ്ങിയതായ അതേ കൃപാവരങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. തുടർന്ന് നാം നോക്കുമ്പോൾ അതേ കാര്യവിചാരകത്വത്തിന്റെ വ്യക്തിപരമായ കഴിവുകളെ കുറിച്ചും നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വ്യക്തിപരമായ കഴിവുകൾ അഥവാ വ്യക്തിപരമായ താലന്തുകൾ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ദൈവം നൽകിയിരിക്കുന്ന സമ്പത്തുകൾ, ആരോഗ്യം, അതുപോലെ തന്നെ ഇതര കഴിവുകൾ, വിദ്യാഭ്യാസം, പദവികൾ, ഇങ്ങനെ വ്യക്തിപരമായി നിർണയിക്കപ്പെട്ടിരിക്കുന്ന കഴിവുകളെയും താലന്തുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. ഇവിടെ നാം മനസ്സിലാക്കുന്നത് താലന്തുകൾ എന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമായാലും അത് കൃപാവരങ്ങളായാലും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ അളവുകളിലാണ് ദൈവം നൽകപ്പെട്ടിരിക്കുന്നത്. എല്ലാവരുടെയും കഴിവുകൾ ഒന്നതുപോലെയല്ല. എല്ലാവരുടെയും കഴിവുകൾ തമ്മിൽ വ്യത്യസ്തതയുള്ളതാണ്. ആരോഗ്യമായാലും സമ്പത്തുകളായാലും പദവികളായാലും വിദ്യാഭ്യാസമായാലും ദൈവം നൽകിയിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളായാലും കൃപാവരങ്ങളായാലും തമ്മിൽ വ്യത്യസ്തതയുടെ അനുഭവങ്ങളാണ്. എന്നാൽ നാം ഇവിടെ ചിന്തിക്കുന്നത് കാര്യവിചാരക ശുശ്രൂഷ അഥവാ താലന്തുകൾ ദൈവം എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം ഈ ഉപമയിലൂടെ നമുക്ക് നൽകുന്ന നല്ല ചിന്ത, ഓരോരുത്തരും അവനവന്റെ പ്രാപ്തിക്കനുസരിച്ച് ദൈവം താലന്തുകളെ നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കണം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യവിചാരകത്വ ശുശ്രൂഷയിൽ ദൈവം നമുക്ക് നൽകിയതായ താലന്തുകളെ കണ്ടെത്തുവാനായിട്ട് കഴിയണം. ഇത് പലപ്പോഴും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകളെ കണ്ടെത്തുവാനോ അവയെ പരിപോഷിപ്പിക്കുവാനോ അവയെ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കുവാനോ നാം ശ്രമിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ കുറിച്ച് നിരാശപ്പെട്ടുകൊണ്ട്
ജീവിതം നയിക്കുന്ന അനേകരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഈ ഉപമയിൽ യേശു പറയുന്നത് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. അതായത് ഓരോരുത്തരും അവനവന്റെ പ്രാപ്തിക്കനുസരിച്ചാണ് ഇവിടെ താലന്തുകളെ നൽകപ്പെട്ടിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്ത് എത്ര എന്നതിലല്ല, ദൈവം അവന് നൽകിയിരിക്കുന്ന താലന്തുകളെ എപ്രകാരം അവനത് വിനിമയം ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇപ്പോൾ ദൈവം നമുക്ക് നൽകിയതായ താലന്തുകളെ നാം വിനിയോഗിച്ച് അതിനെ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ച് നമ്മുടെ കാര്യവിചാരകത്വ ബോധത്തിന്റെ ഉത്തരവാദിത്വം നാം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന താലന്തുകളെ കണ്ടെത്തുവാനോ അവയെ പരിപോഷിപ്പിക്കുവാനോ കഴിയാതെ നിരാശയുടെ അനുഭവങ്ങളിലൂടെ പല മനുഷ്യ ജീവിതങ്ങളും തകർച്ചയുടെ വക്കിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. പല ദാസന്മാരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ അഥവാ ഉത്തരവാദിത്വങ്ങൾ അത് വളരെ ബോധ്യത്തോടുകൂടെ അതിനെ വ്യാപാരം ചെയ്യേണ്ടതിന് പകരം ലഭിക്കാത്തതിനെ കുറിച്ച് പിറുപിറുക്കുന്ന നിരാശപ്പെടുന്ന അനുഭവങ്ങളാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്ക് എല്ലാറ്റിനും ദൈവം എല്ലാ നന്മകളും നൽകിയിട്ടില്ല. സമുദ്രത്തിലൂടെ നീന്തുവാനായിട്ട് അത് സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾക്ക് കഴിയും. എന്നാൽ ആകാശത്തിലെ പറവകൾക്ക് അതിന് കഴിയത്തില്ല. ആകാശത്തിലെ പറവകൾക്ക് ആകാശത്തിലൂടെ പറക്കുവാനായിട്ട് കഴിയും. എന്നാൽ മത്സ്യത്തിന് ആകാശത്തിലൂടെ പറക്കുവാനായിട്ട് കഴിയത്തില്ല. ഓരോന്നിനും അതിനതിൻ്റെ പ്രാപ്തിക്കനുസരിച്ചാണ് ദൈവം ഇവിടെ നന്മകൾ നൽകുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ടത് ഇപ്രകാരമാണ്: ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, ദൈവം എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന താലന്തുകൾ, അതിനെ ഞാൻ വ്യാപാരം ചെയ്യുന്നുണ്ടോ? അതിനെ നല്ല കാര്യവിചാരകനായി ഞാൻ എൻ്റെ ജീവിതത്തിൽ നയിക്കുന്നുണ്ടോ എന്നുള്ളതായ ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മുടെ മനോഭാവം ദൈവം നൽകിയതായ താലന്തുകൾ അനുഭവിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മനുഷ്യ ജീവിതത്തെ നന്ദിയില്ലാത്തതായ അനുഭവങ്ങളിലേക്ക് നയിക്കുന്നത് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ, താലന്തുകളെ കണ്ടെത്തുവാനോ പരിപോഷിപ്പിക്കുവാനോ കഴിയാതെ വരുമ്പോഴാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം തന്റെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും ദൈവ താലന്തുകൾ നൽകിയിരിക്കുന്നു. അവനവന്റെ പ്രാപ്തിക്കനുസരിച്ചാണ് ദൈവം നൽകിയിരിക്കുന്നത്. അവനവന് നൽകിയിരിക്കുന്ന താലന്തുകളെ വ്യാപാരം ചെയ്ത് അവനവന്റെ ഉത്തരവാദിത്വം അത് വളരെ വ്യക്തമായി പ്രകടമാക്കുന്നവർക്ക് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കണ്ടെത്തുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ രണ്ടാമത്തെ ചിന്ത, കാര്യവിചാരകന്മാർ തങ്ങളുടെ കാര്യവിചാരകത്വത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത ഉണ്ടോ എന്ന് നാം സ്വയം ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ, അത് 5 താലന്തായാലും 2 താലന്തായാലും 1 താലന്തായാലും അവനവന്റെ പ്രാപ്തിക്കനുസരിച്ചാണ് ദൈവം നൽകിയത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമുക്ക് താലന്തുകൾ നൽകിയിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവമാണ് എൻ്റെ ജീവിതത്തെ ഇത്രത്തോളം പരിപോഷിപ്പിച്ചിരിക്കുന്നത്, അനുഗ്രഹിച്ചിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ഈ ദൈവം നൽകിയ താലന്തുകളുടെ കണക്ക് നാം ദൈവത്തിന്റെ സന്നിധിയിൽ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ ഈ വേദഭാഗത്തിന്റെ ഉപമയിൽ ഇവിടെ ഒരു യജമാനൻ പരദേശത്തേക്ക് പോകുമ്പോഴാണ് താലന്തുകൾ തന്റെ ദാസന്മാർക്ക് നൽകുന്നത്. തുടർന്ന് യജമാനൻ മടങ്ങി വരുന്നതായിട്ട് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. യജമാനൻ മടങ്ങി വരുമ്പോൾ യജമാനൻ ആർക്കൊക്കെയാണ് താലന്തുകൾ നൽകിയിരിക്കുന്നത്? ആ ദാസന്മാർ യജമാനനോട് കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതേ പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതയാത്രയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ, ഇത് നമ്മുടേതല്ല, സർവശക്തനായ ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. നൽകിയവനാകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നല്ല കാര്യവിചാരകന്മാരായി കാര്യവിചാരകത്വത്തിന്റെ കണക്ക് നാം ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കാര്യവിചാരകത്വത്തിന്റെ കണക്ക് നാം ദൈവസേന ബോധിപ്പിക്കുമ്പോഴാണ് നമ്മ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള പേരിന് നാം ഓഹരിക്കാരായി തീരുന്നത്. പലപ്പോഴും
ദൈവത്തോട് ബോധിപ്പിക്കാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ധനം നമ്മുടെ സമ്പാദ്യമല്ല, ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. നമ്മുടെ ആരോഗ്യം, ഇന്ന് ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്കുണ്ട് എങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ് എന്ന ബോധ്യത്തോടെ അതിന്റെ കണക്കും നാം ദൈവത്തോട് ബോധിപ്പിക്കേണ്ടവരാണ്. നല്ല ബുദ്ധിശക്തി ദൈവം നമുക്ക് നൽകി, അതിലൂടെ നല്ല വിദ്യാഭ്യാസത്തിലൂടെ ഉന്നതമായ ബിരുദങ്ങൾ കരസ്ഥമാക്കുന്നവർ അഹങ്കരിക്കുവാനുള്ളവരല്ല. ദൈവമാണ് ഈ കഴിവെനിക്ക് നൽകിയത് എന്ന ചിന്തയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകളുടെ കണക്കുകൾ ദൈവത്തോട് ബോധിപ്പിക്കേണ്ടി വരുന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ കുടുംബ ജീവിതം, ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന കുടുംബ ജീവിതവും ദൈവത്തിന്റെ ദാനമാണ്. അതിന്റെ സന്തോഷങ്ങളും നന്മകളും നാം അനുഭവിക്കുമ്പോൾ അതിന്റെ കണക്കും നൽകുവാനാകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നാം ബോധിപ്പിക്കേണ്ടവരാണ്. ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന തലമുറകൾ അവരെ ദൈവഭയത്തോടെ ആരാധനകളിലൂടെ ദൈവസന്നിധിയിലേക്ക് നയിച്ച് ഈ ലോക ജീവിതയാത്രയിൽ പരാജയപ്പെട്ടു പോകാതെ ജീവിത വിജയം കൈവരിക്കുവാൻ അവരെ നാം വളർത്തുമ്പോൾ ആ തലമുറകളുടെ കണക്കും നാം ദൈവസന്നിധിയിൽ ബോധിപ്പിക്കേണ്ടവരാണ് എന്ന ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ യുഗാന്ത്യ ദർശനമാണ്. കർത്താവ് യേശുവിന്റെ രണ്ടാം വരവെങ്കിൽ അതേ പരദേശത്തേക്ക് പോയതാ യജമാനൻ മടങ്ങി വരികയാണ്. യജമാനൻ മടങ്ങി വരുമ്പോൾ ഇവിടെ ദാസന്മാരുടെ മനോഭാവം നാം ഒന്ന് ചിന്തിക്കണം. ഇവിടെ 3 ദാസന്മാരെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഒന്നാമൻ 5 താലന്ത് ലഭിച്ചവൻ. അവൻ വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടെ നേടുകയാണ്. അവൻ ദൈവസന്നിധിയിലേക്ക് ഓടി വരുന്നു. യജമാനനെ, അവിടുന്ന് എനിക്ക് 5 താലന്തല്ലേ നൽകിയത്, ഞാൻ വ്യാപാരം ചെയ്ത് 5 കൂടെ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് യജമാനന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. അവിടെ യജമാനൻ പറയുന്നതാണ്, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. 2 താലന്ത് ലഭിച്ചവൻ ഓടി വരുന്നു. അവൻ യജമാനനോട് കണക്ക് ബോധിപ്പിച്ചു. അതേ സന്തോഷം യജമാനൻ അവന് പകരം നൽകുന്നു. എന്നാൽ ഇവിടെ ഈ 2 കൂട്ടരെ കുറിച്ച് നാം നോക്കുമ്പോൾ അവർ ജീവിതത്തിൽ 100% വിജയം കൈവരിക്കുന്നവരാണ്. ഇവിടെ ഈ 100% വിജയം കൈവരിക്കുന്നവർ താലന്തുകൾ നൽകിയവനാകുന്ന യജമാനനോടുള്ള നന്ദിയും കടപ്പാടും അവരുടെ ജീവിതത്തിൽ നിർവഹിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, നാം ഇവിടെ ചിന്തിക്കേണ്ടതായ ഒരു ഭാഗം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നാം അനുഭവിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്, നമ്മുടെ കഴിവുകളല്ല. ഇത് നൽകിയവനാകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആത്മീക വർധനയ്ക്ക് ഏറ്റവും അനുഗ്രഹീതമായ അനുഭവമാണ്. ഇവിടെ വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധിയിൽ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുടെ താലന്തുകളുടെ കണക്ക് ദൈവത്തോട് ബോധിപ്പിക്കുന്നവർക്ക് അഥവാ വിശ്വസ്ത ദാസരുടെ പ്രതിഫലവും ഈ വേദഭാഗത്തിൽ പഠിപ്പിക്കുന്നു. അതിൽ 28ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ താലന്തുകൾ അവരെ പരമേൽപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ആ വിശ്വസ്ത ദാസന്റെ 1 താലന്തും കൂടെ എടുത്ത് 5 താലന്ത് അത് 10ആക്കിയവന് ദൈവം നൽകുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്, കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ അവരെ ഏൽപ്പിക്കുകയാണ്. അത് നീ അല്പത്തിന് വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. മൂന്നാമത് പറയുന്നത് തന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അതായത് ഈ ലോകത്ത് വിശ്വസ്തയോടുകൂടെ ദൈവത്തെ ആരാധിച്ച് കടമകൾ നിർവഹിച്ച് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വിനിമയം ചെയ്ത് അത് ദൈവസന്നിധിയിൽ വിശ്വസ്തദാസനായി കാര്യവിചാരകത്വം ശുശ്രൂഷ നിർവഹിച്ചവർക്ക് വരുവാനുള്ള ലോകത്തിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. കൃപാവരങ്ങളുടെ കണക്കും നമ്മുടെ ശാരീരിക ഭൗതിക നന്മകളുടെ കണക്കുകളും നാം ദൈവത്തോട് ബോധിപ്പിക്കേണ്ടവരാണ്. നമുക്കൊരു ആരാധനയിടം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ആരാധനാലയത്തോടുള്ളതായ നമ്മുടെ വിശ്വസ്തതയും ഉത്തരവാദിത്വവും കാര്യവിചാരകത്വ ബോധവും നാം നിർവഹിച്ചിട്ടുണ്ടോ? പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള ആത്മീയ ബന്ധത്തിന്റെ കണക്കും ദൈവം നമ്മോട് ചോദിക്കും. പ്രിയമുള്ളവരെ, 6 ദിവസം അധ്വാനിച്ചതിന്റെ വേലയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വത്തിന്റെ കണക്കുകളും നാം ദൈവത്തോട് ബോധിപ്പിക്കും.
ഇവയെല്ലാം ദൈവമാണ് ദാനമായി നൽകിയതെങ്കിൽ ഈ പദവികളും ഈ ആരോഗ്യങ്ങളും ഈ കുടുംബ ജീവിതവും ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സം നിൽക്കാതെ ഇത് നൽകിയവനാകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഉത്തമ കാര്യവിചാരകന്മാരായി നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുവെങ്കിൽ അത് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള പേരിന് നമുക്ക് ഓഹരിക്കാരായി തീരുവാനായിട്ട് സാധിക്കും. മൂന്നാമത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്ന ചിന്ത, നൽകിയ താലന്ത് മറച്ചു വച്ച ഒരു ദാസനെയും ഈ വേദഭാഗം പ്രതിപാദിക്കുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, തനിക്ക് നൽകിയതിനെ മറച്ചു വെച്ച് അത് നിത്യനാശത്തിന് കാരണമായി തീർന്ന ഒരു വ്യക്തിയെ കൂടെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒരു താലന്ത് ലഭിച്ചവൻ, അവൻ അതിനെ കൊണ്ട് മറച്ചു വെച്ചു. അതേ, തനിക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളെ മറച്ചു വെച്ചതിന് ശേഷം നിരാശയിലും കണ്ണുനീരിന്റെ അനുഭവങ്ങളിലും ജീവിക്കുന്ന അനേകരുടെ പ്രതിനിധിയാണ് ഈ ഒരു താലന്ത് ലഭിച്ചവൻ എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഈ ഒരു താലന്ത് ലഭിച്ചവനെ നഷ്ടപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചില്ല, അതിനെ നിലനിർത്തുവാൻ അവൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. പക്ഷെ എങ്കിലും അവിടെ സംഭവിക്കുന്നത്, ഇവിടെ അവൻ മറച്ചു വച്ചതിനെയും അവൻ നഷ്ടപ്പെട്ടു പോകുന്നതായ അനുഭവമാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഉപമയിലൂടെ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നേടുന്നവരെയും നഷ്ടപ്പെടുത്തുന്നവരെയുമാണ്. ഇപ്പൊ കാര്യവിചാരകത്വത്തിന്റെ ഗുണം അഥവാ ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ നേടുന്നതായ അനുഭവമാണ്. ഇവിടെ തങ്ങളെ ഏൽപ്പിച്ചതായ കാര്യവിചാരകത്വ ശുശ്രൂഷ വിശ്വസ്തയോടെ നിർവഹിച്ച ഒന്നാമത്തെ ദാസനും രണ്ടാമത്തെ ദാസനും 100% നേട്ടം കൊയ്ത് അവർക്ക് ലഭിച്ചതിനെ ഇരട്ടിയായി അവർ നേടിയപ്പോൾ ഒരു താലന്ത് ലഭിച്ചവൻ ഒളിച്ചു വച്ചതിലൂടെ അത് സംരക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അതും നഷ്ടപ്പെട്ടു പോകുന്നതായ അനുഭവമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ നഷ്ടപ്പെടുന്നവരെയും നേടുന്നവരെയുമാണ് ഈ താലന്തിലൂടെ യേശു നമുക്കിവിടെ പരിചയപ്പെടുത്തുന്നത്. അധ്വാനത്തിലൂടെ വിശ്വസ്തതയിലൂടെയും ആദ്യത്തെ 2 ദാസന്മാർ തങ്ങളുടെ കണക്കുകൾ ദൈവത്തോട് ബോധിപ്പിക്കുമ്പോൾ, അതിൽ ഒരു ദാസൻ അലസതയുടെ മടിത്തട്ടിലൂടെ തനിക്ക് ലഭിച്ചതിനെ നഷ്ടപ്പെടുത്തി കണ്ണുനീരിന്റെ അനുഭവങ്ങളിലേക്ക് തരംതാണു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കത് തിരിഞ്ഞു നോക്കാമോ? ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നാം എപ്രകാരം അത് വിനിയോഗിക്കുന്നു? നമ്മുടെ കാര്യവിചാരകത്വ ശുശ്രൂഷ എങ്ങനെയാണ് ഇത് പുരോഗമിക്കുന്നത്? നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വങ്ങൾ സുതാര്യതയോടുകൂടെയാണോ നാം പ്രവർത്തിക്കുന്നത്? പ്രിയമുള്ളവരെ, അത് ഇവിടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഉത്തരവാദിത്വങ്ങളുടെ കണക്ക് നാം ദൈവത്തിന്റെ സന്നിധിയിൽ ബോധിപ്പിക്കേണ്ടവരാണ്. ദാരിദ്ര്യം ദൈവദത്തമല്ല, അത് മനുഷ്യന് നൽകുന്ന സമ്മാനമാണ്. ഒരു പക്ഷേ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള ആ മനുഷ്യന് തന്നെ നൽകുന്നതായ സമ്മാനമാണ് ദാരിദ്ര്യം. ഈ ലോകം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധമാണ്. ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. മനുഷ്യന് ആവശ്യമായ എല്ലാ വിഭവങ്ങളും സമൃദ്ധിയായി ഒരുക്കി ദൈവം മനുഷ്യന്റെ കാര്യവിചാരകത്വത്തിൽ ഏൽപ്പിച്ചു. അലസതയുടെ മടിത്തട്ടിൽ ഉണർന്നവർ നഷ്ടപ്പെടുന്നതായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് ജീവിതം നയിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടുവാൻ ആഗ്രഹിച്ച് പഠനങ്ങളിലായിരിക്കുന്ന വിദ്യാർത്ഥികളെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി നല്ലവണ്ണം പഠിച്ച് ഉപരിപഠനങ്ങളിലൂടെ നല്ല ഭാവി ജീവിതങ്ങളെ കണ്ടെത്തുവാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കാര്യവിചാരകത്വ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് 100% നേട്ടമുണ്ടാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാനും കഴിയും. ഇപ്പോൾ അലസതയുടെയും